വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വെങ്ങളം ദേശീയപാതയിൽ നിന്നുള്ള കാഴ്ചയാണ്. നമ്മളെ വെങ്ങളത്തുള്ള 6 വരിപ്പാത എലിവേറ്റഡ് ഹൈവേ തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ അധികം വലിച്ചിട്ടില്ല, നേരെ വീഡിയോയിലേക്ക് പോകണം. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പം നമ്മളെ വെങ്ങളം മാത്രമല്ല, വെങ്ങളത്തിന് തൊട്ട് മുന്നേയുള്ള പ്രദേശമുണ്ട്. അവിടെയുള്ള ദേശീയപാത ഉടൻ തന്നെ തുറന്നു കൊടുക്കും. ഇപ്പോൾ അതിൻ്റെ നമ്മളെ ഓവർ പാസേജിൻ്റെ നമ്മളെ അണ്ടർ പാസേജിൻ്റെയും അതോടൊപ്പം തന്നെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ അവിടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തിരുവങ്ങൂർ ഭാഗത്ത് ഭാഗത്തുള്ള ദേശീയപാതയുടെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗവും ഈ അടുത്ത് തന്നെ തുറന്നു കൊടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തിരുവങ്ങൂർ ദേശീയപാതയുടെ തിരുവങ്ങൂർ അണ്ടർ പാസേജിൻ്റെ ഭാഗത്തു നിന്നുള്ള വർക്കിൻ്റെ കാഴ്ചയാണ്. അപ്പോൾ ഇവിടെയൊക്കെ 6 വരിയുടെയും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ ഈ അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് അപ്രോച്ച് റോഡും അതോടൊപ്പം തന്നെ അണ്ടർ പാസേജും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തുള്ള ടാറിങ്ങിൻ്റെ വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത്. ഇവിടെയുള്ള കുറച്ച് വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത്. ഇപ്പോൾ തിരുവങ്ങൂർ വർക്ക് ഈ അടുത്ത് തന്നെ കഴിയും. അപ്പോൾ നമ്മളെ KMC ആണ് വാഗാടാണ് ഈ ഭാഗത്ത് വർക്ക് എടുക്കുന്നത്. അപ്പോൾ നമ്മളെ വെങ്ങളത്തുള്ള എലിവേറ്റഡ് ഹൈവേ 6 വരി പാത ദേശീയപാത തുറന്നു കൊടുത്തിട്ടുണ്ട്. സർവീസ് റോഡിലൂടെ ഇപ്പോൾ നമ്മുടെ രാമനാട്ടുകര ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന ലൈൻ റൂട്ട് വാഹനങ്ങളൊക്കെ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത്. അല്ലാത്ത ലോങ് റൂട്ട് വാഹനങ്ങളൊക്കെ നമ്മളെ വെങ്ങളം പുതിയ എലിവേറ്റഡ് ഹൈവേയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് കുറച്ച് നടക്കാൻ ബാക്കിയുള്ളത്. നമ്മുടെ 3 വരിയെ വേർതിരിക്കുന്ന ഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് അവിടെ ഇപ്പോൾ കമ്പിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് മാത്രമാണ് ഇവിടെ നടക്കാൻ ബാക്കിയുള്ളത്. അതേപോലെ തന്നെ അത് നമ്മൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മാത്രമാണ് അത്തരത്തിലുള്ള കുറച്ച് വർക്ക് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ അപ്രോച്ച് റോഡ് കഴിഞ്ഞാൽ എലിവേറ്റഡ് ഹൈവേയിൽ 6 വരിയുടെ ടാറിങ്ങും കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അതിൻ്റെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ്ങും അതിൻ്റെ പെയിൻറ്റിങ് വർക്ക് അതേപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കത്തുള്ള എല്ലാ വർക്കുകളും ഈ പ്രദേശത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ട്രാക്ക് മാർക്ക് ചെയ്യാനുള്ള വർക്ക് മാത്രമാണ് ഇപ്പോൾ ദേശീയപാതയിൽ ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ വെങ്ങളം എലിവേറ്റഡ് ഹൈവേ ഇവിടുന്ന് നമ്മൾ വെങ്ങളം എലിവേറ്റഡ് ഹൈവേയിൽ നിന്ന് ദേശീയപാത നമ്മളെ കോരപ്പുഴ പാലം വരെ ദേശീയപാത തുറന്നു കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ ഇവിടുന്ന് അങ്ങോട്ട് കോരപ്പുഴ പാലം വരെ നേരത്തെ തുറന്നു കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ശരിക്കും ഏതാണ്ട് നമ്മളെ മലാപ്പറമ്പ് ഇതിൻ്റെ ആ ഭാഗം വരെ 6 വരിയുടെയും പൂർണ്ണമായും ടാറിങ് കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണം നമുക്ക് പറയാവുന്നതാണ്. അതിനിടയിൽ കുറച്ച് പുറക്കാട്ടേരി അത്തരത്തിലുള്ള ഭാഗങ്ങളിലെ കുറച്ച് ഭാഗങ്ങളുടെ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത്. ഇനി പുറക്കാട്ടേരിയിലെ വർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള എലിവേറ്റഡ് ഹൈവേ കൂടി തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗം വരെ ദേശീയപാതയിൽ പ്രധാന വർക്കുകളൊക്കെ കഴിഞ്ഞെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ നല്ല രീതിയിലുള്ള മാറ്റമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇനി നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിലൂടെ പഴയ ദേശീയപാതയിലൂടെയാണ് വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കോരപ്പുഴ പാലത്തിൻ്റെ നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ ഭാഗത്തുള്ളത്. കോരപ്പുഴ പാലത്തിൻ്റെ സൈഡിലിപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ ക്രാഷ് ബാരിയറൊക്കെ പൊളിച്ച് നീക്കിയിട്ടുണ്ട്. അതേപോലെ കുറച്ചൊക്കെ ഇപ്പോൾ പൊളിച്ച് നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ ഷട്ടറിങ്ങും വർക്കും ഈ ഒരു പ്രദേശത്ത് നമ്മളെ ഗേഡറൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള അതിൻ്റെ മുകളിലെ കോൺക്രീറ്റിങ്ങും വർക്കും ഈ പ്രദേശത്ത് നടക്കാൻ വേണ്ടിയിട്ട് കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട്. നമ്മളെ പഴയ കോരപ്പുഴ പാലത്തിൻ്റെ ക്രാഷ് ബാരിയറായിരുന്നു. ആ ക്രാഷ് ബാരിയറൊക്കെ കട്ട് ചെയ്ത് നീക്കിയതും പിന്നെ അതിൻ്റെ നടപ്പാത ഉണ്ടായിരുന്നു. ആ നടപ്പാതയാണിപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇതാണ് നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച. കുറച്ച് ഭാഗം ഓൾറെഡി കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതാണ്ട് ഭാഗം കുറച്ചുകൂടി കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള തുടക്കത്തിലുള്ളൊരു ഭാഗമാണ്. ഇവിടെയാണ് ഇപ്പോൾ കോൺക്രീറ്റിങ് ചെയ്യാനുള്ളത്. ഓപ്പോസിറ്റ് സൈഡിൽ ഓൾറെഡി കുറേ ഭാഗമൊക്കെ കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കമ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ആഴ്ച തന്നെ ഒരു പക്ഷേ കോൺക്രീറ്റിങ് ചെയ്യും. അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് നമുക്ക് ദേശീയപാതയിൽ ഈ ഭാഗത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെയുള്ള തൊഴിലാളികൾ പോലും പറയുന്നത് നിങ്ങൾ ഡ്രോണും കൊണ്ട് വന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അടുത്ത ഈ ആഴ്ച തന്നെ അടുത്ത ആഴ്ചയിൽ കംപ്ലീറ്റ് കോൺക്രീറ്റിങ് ചെയ്ത് കഴിയുമെന്നാണ് നമ്മളിവിടെയുള്ള സൂപ്പർവൈസേഴ്സിനോടും എൻജിനീയേഴ്സിനോട് ചോദിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ കോരപ്പുഴ പാലം ഓൾറെഡി ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പഴയ ദേശീയപാത ഇതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ അധികം പഴക്കമില്ലെന്നാൽ പഴയ കോരപ്പുഴ പാലം. അപ്പോൾ അതിനോട് ചേർന്നുകൊണ്ടുള്ള ബാക്കിയുള്ള ഭാഗം കുറച്ചുകൂടി നമ്മൾ 6 വരി പാതയ്ക്ക് ആവശ്യമുണ്ട്. ആ ഭാഗത്തിപ്പോൾ നിലവിലിപ്പോൾ ഈ ഫൈലിങ്ങിൻ്റെയും പില്ലറിൻ്റെ ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ വളരെ തകൃതിയായിട്ട് തന്നെ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇതാണ്. ഇനി നമ്മൾ ജസ്റ്റ് പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള കാഴ്ച കൂടി കാണിച്ചു തരാം. ഇതാണ് നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച. ഇവിടെയൊക്കെ നേരത്തെ കണ്ടതുപോലെ തന്നെ ഷട്ടറിങ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്കോടുകൂടി ഇവിടെ വർക്ക് തീർക്കുമെന്നാണ് പറയുന്നത്. കണ്ടോക്കാം ഇവിടെയുള്ള. എന്നിട്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. ഓ മൈ ഗോഡ്. കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള സെൻറ്റർ ഭാഗത്തിലുള്ള കാഴ്ചയാണ്. ഇവിടെയൊക്കെ ഷട്ടറിങ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ കോൺക്രീറ്റ് കഴിയുമെന്നാണ് പറയുന്നത്. സ്പീഡായിട്ട് തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കമ്പികളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കട്ടിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച ഇവിടെയുള്ള ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള വർക്ക് കൂടി പൂർത്തിയാക്കുമെന്നാണ് നമ്മളിപ്പോൾ ചോദിച്ചത് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ദേശീയപാതയുടെ പുതിയ അപ്ഡേഷൻ വീഡിയോ, വെങ്ങളത്തുള്ള ദേശീയപാതയുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.